الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا ونبينا وحبيبنا محمد وعلى آله وصحبه وسلم. كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات اتقوا الله وعباد الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിച്ചു ജീവിക്കണം. രാത്രിയും പകലും എല്ലാ സമയത്തും തഖ്വയോടെ ജീവിക്കണമെന്ന് ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യാണ്. ഈ ജീവിതവും ഈ മരണവും, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, ഈ ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കിക്കാണാനാണ് എന്ന ആയത്ത് രാവിലെയും വൈകുന്നേരവും നടത്തത്തിലും ഇരുത്തത്തിലും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാ സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാവണം. എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ഓരോ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസിനും, ഓരോ ഇഷ്യൂസിൻ്റെയും, ഓരോ കാര്യത്തിൻ്റെയും, എല്ലാ കാര്യത്തിൻ്റെയും കണ്ടന്റ് അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. നേരത്തെ ഒരു പാട്ട് പാടിയില്ല, സിൻഫ മലപ്പുറത്ത് നിന്നുള്ള സിൻഫ പാട്ട് പാടി. ആ പാട്ടിൽ എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്താണോ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണോ? ആ ഒരു പാല് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ, അമീറുൽ മുഅ്മിനീൻ, ആ പാലില് വെള്ളം ചേർക്കാൻ പറഞ്ഞ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടാണത്. അപ്പൊ എഹ്സാനാണ് ഉമ്മ പറയാണ്, മോളെ ആ പാലില് കുറച്ച് വെള്ളം ചേർത്തോന്ന് ഉമ്മ പറയുമ്പോ ഉമ്മാക്കെതിരെ അല്ല പറയുന്നതാണ്. ഉമർ കാണില്ലല്ലോ, ഏതോ ഒരു വീട്ടിൽ കിടക്കുന്ന ഉമർ കാണില്ലല്ലോ എന്ന് പറയുമ്പോ, ഉമർ കാണില്ലായിരിക്കും ഉമ്മ, പക്ഷേ ഉമറിനെയും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് ഇത് കാണണില്ലേ, അള്ളാന്റെ കോടതിയിൽ നമ്മൾ ശിക്ഷിക്കപ്പെടൂലേ എന്നുള്ള കാര്യം പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്റെ മകനെ വിവാഹം ചെയ്യാൻ വിവാഹാലോചന നടത്തുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ള അങ്ങനെയാണ്. നിങ്ങള് സ്വാലിഹത്തായാലുണ്ടല്ലോ എല്ലാരും രക്ഷപ്പെട്ടു. നിങ്ങള് സ്വാലിഹത്തായാലും, ആണുങ്ങള് സ്വാലിഹത്താവും, ഓൾറെഡി ആവും. നിങ്ങള് സ്വാലിഹത്തായാൽ നിങ്ങളാണ് ഏറ്റവും പ്രധാനം. കാരണം ഉമ്മയെന്നാണ് കുട്ടി ഉണ്ടാവുന്നത് അല്ലെ? ഉമ്മമാര് നന്നായാൽ മക്കളും നന്നാവും, ഭാര്യ നന്നായ ഭർത്താവ് നന്നാവും. 3 റോളല്ലേ ഇപ്പൊ സ്ത്രീകൾക്കുള്ള? ഒന്ന് മകള് അല്ലെ, മകളായിട്ട്, പിന്നെ മാതാവായിട്ട്, ഭാര്യയായിട്ട് 3 റോളാണ് ഒരു അല്ലെ. മകള്, മാതാവ്, മകള്, മാതാവ്, ഭാര്യ, ഈ 3 റോള്, ട്രിപ്പിൾ റോള് തന്നെയാണ് പുരുഷനും വരുന്നത്. പക്ഷെ ഉമ്മ ശരിയായുണ്ടല്ലോ, ഒരു വീട്ടിൽ ഉമ്മ ദീനിയായിട്ടുള്ള കൺസെപ്റ്റ് ഉള്ള, അത്യാവശ്യം അറിവുള്ള, ദീനിയ ഇൽമുള്ള ഒരു ഉമ്മാന്റെ മോളാണ് മകനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു ഉമ്മാന്റെ മകനുണ്ടോ ഇതില്? കുറെ പേരുണ്ടാവട്ടെ, ഞാൻ വെറുതെ ചോദിക്കാണ്. അങ്ങനെ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുകയും ദീനിയായിട്ട് സംസാരിക്കുകയും ദീനിന്റെ ഷിയാറുകൾ പാലിച്ചുകൊണ്ട് വേണ്ട പോലെ അല്ലെ ഔറത്തൊക്കെ മറച്ചുകൊണ്ട് നടക്കുന്ന, അള്ളാനെ ഭയപ്പെട്ട് തഖ്വയുള്ള ഒരു സ്ത്രീയുടെ മകനാണോ നിങ്ങൾ, മകളാണോ നിങ്ങൾ? നിങ്ങൾ ബ്ലസ്, അള്ളാന്റെ വലിയൊരു നിഅമത്ത് നിങ്ങൾക്ക് കിട്ടി. അത് വലിയ നിഅമത്താണ്. ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ, ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ നിധി, ഏറ്റവും വില കൂടിയ സ്വത്ത്, ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. അദ്ദുനിയ മതാഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്, വിലപിടിപ്പുള്ളതാണ്, കൊതിപ്പിക്കുന്നതാണ്. ഒരുപാട് വിലപിടിപ്പുള്ള, ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് സ്വത്ത് പല രീതിയിൽ ഈ ദുനിയാവിലുണ്ട്. അതൊക്കെ വാരിക്കൂട്ടാൻ മനുഷ്യന്മാർ പെടാപാടുപെടാണ്. പക്ഷെ ഏറ്റവും വലിയ സ്വത്ത് എന്താ അറിയോ? ഒരാളെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു ഒരു പെണ്ണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
അത് മകളാകാം, ഭാര്യയാകാം, ഉമ്മയാകാം. ഈ 3 ഒരവസരം ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായപൂർത്തിയായ ഒരു ഭർത്താവിന് ഒരു ഭാര്യ, സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് ജീവിതം വളരെ സന്തുഷ്ടാണ്. അല്ലെ? അള്ളാനെ ഭയപ്പെട്ട് വിടുന്ന ഒരു ഭാര്യ. അങ്ങനെ കിട്ടിയത് വലിയ നിഅമത്താണ്. അതുപോലെ തന്നെ മക്കള് സാലിഹത്തായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ വലിയ ഒരു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു ഉമ്മാക്ക് ഒരു ഉമ്മാന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ? ഭർത്താവ് ചിലപ്പോൾ നേരത്തെ മരിച്ചു പോകും. പിന്നെ അവസാന കാലത്ത് നോക്കാൻ ആരാണ്ടാവുക? മകളാണ്. മരുമോളെ നോക്കുന്ന സിസ്റ്റമൊക്കെ അതൊക്കെ നാട്ടാചാരാണ്. സ്വന്തം മകൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത്. ഓക്കെ. പക്ഷെ നമ്മളെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം. വലിയ വലിയ കാര്യങ്ങളിലാണ്. കുട്ടികൾക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഈ 3 റോളിലും ഉമ്മയായിട്ടും ഒരു ഉമ്മാന്റെ ദീനിയായിട്ടുള്ള ഒരു ഉമ്മാന്റെ മക്കൾ. അപ്പോ പെണ്ണ് നന്നായാൽ കുടുംബം നന്നായി, കുടുംബം നന്നായ നാട് നന്നായി, നാട് നന്നായ രാജ്യം നന്നായി, ലോകം നന്നായി. പെണ്ണെന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോ സ്ത്രീ സ്വലിഹത്താവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ സ്വലിഹാത്തുകളാക്കട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض സമാ എന്നല്ല ട്ടോ, സമാവാതി വല്ലർള്, ആകാശങ്ങളും ഭൂമിയും. അള്ളാഹു ഇന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയണ ഖുർആൻ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള്, അള്ളാഹു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ടുള്ളത് നോക്കുക. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലാണത്. അല്ലെ? അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കണ ആൾക്കാരോട് നോക്കാൻ പറഞ്ഞേ. രാത്രി പകലാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാവുന്ന ഒരു സമയം. ഇന്നിപ്പം കേരളത്തിൽ ഇവിടെ കോഴിക്കോടൊക്കെ നല്ല ഇടി വെട്ടിയിട്ടുണ്ട്. തുലാവർഷത്തിലേക്ക് വരികയാണ്. ഇനി അങ്ങോട്ട് ഇടിയും ഇതൊക്കെയാണ്. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ലൈറ്റ്നിങ് ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ പേടിക്കും. നേരത്തെ പറഞ്ഞില്ലേ മതലുഹും കമതലില്ലദി, ആ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിൽ നല്ല ആൾക്കാരുണ്ടാവും. കോവിഡിന്റെ മുമ്പൊക്കെയുള്ള സിറ്റുവേഷൻ അങ്ങനല്ലേ. മഗ്‌രിബ് നിസ്കാരത്തിന് കൂടുതൽ. കാരണം മഗ്‌രിബ് ആകുമ്പോൾ ഒരു പേടി. കാരണം മരണത്തെ, അന്ത്യനാളിനെ, ലോകാവസാനത്തെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ഓർക്കാൻ പറ്റുക രാത്രിയാകുമ്പോ. വഖ്തിലാഫിൽ ലൈൽ, അല്ലെ? ആ രാത്രിയും പകലും ഇങ്ങനെ അങ്ങോട്ട് രണ്ട് ലൈറ്റ്, ഒരു ലൈറ്റ് ഓഫ് ചെയ്യുക, ഒരു ലൈറ്റ് ഓൺ ചെയ്യുക. സൂര്യന്റെ സൺലൈറ്റ് വരിക, അല്ലെ? അത് ഓണും ഓഫും അല്ല. അത് ശരിക്കും അതിന്റെ അസ്ട്രോണമി വേറെ പഠിക്കണം. എങ്ങനെയാണ് ആ രാത്രിയും പകലുമാണ്. അതിന്റെ ആകാശശാസ്ത്രത്തെ പറ്റി 6-ാം നൂറ്റാണ്ടിലും പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിലും അതിന്റെ ഒരുപാട് പഠന ശാസ്ത്ര ശാഖകൾ തന്നെ ഇന്നും ഉണ്ട്. ഇന്നും അതിന്റെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആകാശഗോളങ്ങളെ പറ്റിയില്ലേ, സൂര്യനും ചന്ദ്രനും ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഗതി വ്യത്യാസങ്ങൾ, അതെല്ലാം ഒരു സ്വിമ്മിങ് മോഷനില്, അല്ലെ, പ്ലാനറ്റില്, അതും ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ കറങ്ങി, അതിന്റെ സൃഷ്ടിപ്പും രാത്രിയാവുന്നതും മഗ്‌രിബിന്റെ നേരാകുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വെയിലും എല്ലാം മാറി ഇരുട്ടിലേക്ക് വരുന്നു. ഇവിടെ ഇപ്പൊ ഇരുട്ടാണ്. ഇങ്ങനെ കേരളത്തിൽ ഇരുട്ടാണ്. ചില UK-ലൊക്കെ എന്താ അവസ്ഥ, ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. വൽഫുൽക്കില്ലതി തജ്രി ഫിൽ ബഹർ, ഇനി ഒന്നുകൂടെ കടലിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെ കുറേ പറയാണ്ട്. ഈ ഓരോ പേജ് ഇങ്ങനെ എടുക്കുമ്പോൾ കുറേ പറയാനുണ്ടാവും. എന്നാട്ടെ നമ്മുടെ സമയം കുറച്ചാണ്. പെട്ടെന്ന് പറഞ്ഞു പോവാം. കണ്ടോ, ബീച്ചിൽ പോയവരുണ്ടോ? ബീച്ചിൽ കാലിട്ട് നീന്തിയവരുണ്ടാവും, ബീച്ചിലേക്ക് ഇറങ്ങിയവരുണ്ടാവും, ബീച്ചിൽ കുളിച്ചവരുണ്ടാവും, വേവ്സിന്റെ കൂടെ, അല്ലെ? അതിന്റെ എന്തുമാത്രം ആ കടലിന്റെ അകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്തുമാത്രം അത്ഭുതമായ ഒരു ലോകമാണ്. ഇത്രമാത്രം ജീവജാലങ്ങളാണ്. കരയിലുള്ള ജീവജാലങ്ങളെക്കാൾ കൂടുതൽ കടലിന്റെ അടിയിലാണ്. അപ്പം ആ ബഹറില് ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ് തജ്രീഫിൽ, മാത്രമല്ല കപ്പലുകളൊക്കെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്നത് കപ്പൽ തന്നെയാണ്. ഫ്ലൈറ്റിൽ ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെ? എന്നാൽ കപ്പലിലാണ് ഏറ്റവും കൂടുതൽ. എത്ര ടൺ കണക്കിന് വലിയ വലിയ ഭീമാകാരമായ കപ്പലുകൾ നമ്മൾ കാണുന്നില്ലേ? ഇത്ര വലിയ ഇത്ര വലിയ വെയിറ്റ്, ഇല്ലേ? സ്വിമ്മിംഗ് പൂളുള്ള കപ്പലുകൾ, അല്ലെ? റെസ്റ്റോറന്റുകളും പിന്നെ അതുപോലെ സ്പോർട്സ്, ഓടാനും ചാടാനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള വിശാലമായ, ഇതൊക്കെ കടലിന്റെ അള്ളാഹു വലിയ ഉപകാരമാണ് മനുഷ്യന് ചെയ്തിട്ടുള്ളത്. വമാ അൻസലല്ലാഹു മിനസ്സമാ, അള്ളാഹ് ആകാശത്ത് ഇന്ന് ഇവിടെ മഴ പെയ്തു. ഇവിടെ മഴയാണ്. കേരളത്തിൽ ഇപ്പൊ മഴ പെയ്തു. അപ്പൊ ആ മഴ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. കടലിന്റെ വെള്ളത്തിന്ന് സൂര്യന്റെ വെളിച്ചം തട്ടി, നമ്മളെ സയന്റിഫിക്കലായിട്ട് അതൊന്ന് പഠിച്ചു വെക്കുക, അതിന്റെ പ്രോസസ്സിങ്. എന്നിട്ട് അത് ആകാശത്തേക്ക് മേഘത്തെ പറ്റി ഫഅഹിയ ബിഹിൽ അർള്, കാറ്റിനെ കൊണ്ട് ബഅദ മൗതിഹ വബത്ത ഫീഹ മിൻ കുല്ലി ദാബത്തിൻ വതസ്രീഫിർ റിയാഹ്, അല്ലെ? കാറ്റിനെയും വസഹാബിൽ മുസഖർ ബൈന സമാഇ വൽ അർള് ആയാതിൻ ലിഖൗമി യഖ്ലൂൻ. അതായത് ആകാശത്തേക്ക് അതിന്റെ പ്രോസസ്സിനെ പറ്റി ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മുടെ കടലിൽ നിന്ന് ആ വെള്ളം
ഉപ്പ് വെള്ളമാണ് കടൽ അല്ലെ. ഉപ്പും ബർസഖുൽ ലാ യബ്ഗിയാൻ റഹ്മാനിൽ പറയുന്നുണ്ട്. ഉപ്പ് വെള്ളത്തിന്റെ അവിടുന്ന് ഈ സൂര്യപ്രകാശം തട്ടി ഇതിങ്ങനെ മേഘമായിട്ട് കടലിന്റെ മേലെ നിൽക്കുക, എന്നിട്ട് അത് കാറ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെയൊക്കെ മേലെ വന്ന് നിങ്ങളൊക്കെ രാജ്യങ്ങളിൽ ഭൂമിയുടെ ഭൂപ്രദേശത്ത് വന്നിട്ട് ഇമാജിനറി, നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്നില്ലേ, ഒരു ഇമാജിനറി ആയിട്ട് നമ്മളൊന്ന് നോക്കുക. ഈ ഭൂമിയുടെ മേലേക്ക് ഈ മേഘം വന്നിട്ട് ഇങ്ങനെ ഷവർ ചെയ്തിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നത് എന്തൊരു റഹ്മത്താണ്. ഇത് അള്ളാഹു ചെയ്യുന്നതാണ്. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടുപഠിക്കുക. എന്നിട്ട് ചെടികൾ മുളക്കണത്, മരിച്ചു കിടക്കുന്ന മിൻ ബഅദി മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ, അല്ലെ, ഡെഡ് ആയിട്ട് കിടക്കുന്ന മണ്ണ്, പച്ച മണ്ണെന്നാണല്ലോ. അപ്പൊ ഒരു കർഷകൻ എന്താ ചെയ്യുന്നത്? വിത്ത് വിതച്ചങ്ങ് പോകും, നെല്ല് ഇട്ട് പോകും. അപ്പം അരി ഭക്ഷണത്തെ പറ്റി മാത്രം ഒന്ന് പറയാം. നെല്ലിട്ടിട്ട് പോവാണ്, നെല്ല് വെറുതെ ഇട്ട് പോവാണ്. എവിടെ? മണ്ണില്, പച്ച മണ്ണിൽ നെല്ലിട്ടങ്ങ് പോവാണ്. പിന്നെ അതിലേക്ക് ഇനിയിപ്പം ഒരാള് വെള്ളം ഇട്ടാൽ തന്നെ, ഒരാള് മോട്ടോർ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം അടിച്ചാൽ തന്നെ അതിന്റെ മുള വരുന്നത് അള്ളയാണ് മുളപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു മരിച്ചു കിടക്കുന്ന ഡെഡായ അവസ്ഥയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഖാലിഖായ അള്ളാഹു, സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണമെന്നും, എന്നിട്ട് ലാസ്റ്റ് പറയാണ് അഖിലുള്ള, അഖീൽ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ട് ഇതില്, അഖീൽ ഇന്നലെ ഫാത്തിഹ ഓതി. അപ്പൊ അഖീലൂൻ, തലയിൽ എന്തെങ്കിലും ഉള്ളവര്, അഖീൽ എന്ന് പറഞ്ഞതാണ് ബുദ്ധിമാൻ, അഖിൽ എന്ന് പറയുന്നത്. യഖിലൂൻ, ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്നവർക്ക്, ചിന്താശേഷിയുള്ളവർക്ക്. ആകാശത്ത് മേലോട്ടൊക്കെ ആകാശം, താഴോട്ടൊക്കെ ഭൂമി എന്നല്ല, കാണുക എന്നുള്ളതല്ല, അറിയാന്നുള്ളതല്ല, തിരിച്ചറിയാന്നുള്ളതാണ്. അള്ളാഹുവിനെ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ഖുർആൻ ഓതുന്നതിന്റെ ഒക്കെ അപ്പുറം ഇതൊക്കെ കണ്ടാൽ തന്നെ, ഇതിനെപ്പറ്റിയൊക്കെ പഠനം, ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയാൽ അള്ളാഹുവിനെ കണ്ടെത്താം. എന്നാ ജനങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഭൂരിപക്ഷം ജനങ്ങളും ചെയ്യുന്ന മെജോറിറ്റി അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുകയാണ്. വേറെ കുറെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ട്, ഇതൊക്കെ ചെയ്തിട്ട് അള്ളാന്റെ ശക്തിയെ മനസ്സിലാക്കാനോ, അള്ളാന്റെ സിഫാത്തും അള്ളാന്റെ അസ്മാൽ ഹുസ്നയും അള്ളാഹുവിന്റെ പവറും അള്ളാഹുവിനെ പറ്റി ഒന്നും അറിയാതെ വെറുതെ ഇങ്ങനെ കണ്ണ് കണ്ട ആരൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ വ്യക്തികളെയാണ്. ചിലപ്പോൾ ഇയാളിന്റെ കാര്യമൊക്കെ ശരിയാക്കുന്ന ഒരാൾ വിചാരിച്ച അതിലൊക്കെ ശിർക്കുണ്ട്. ഇയാള് ശരിയാക്കുമായിരിക്കും, പക്ഷെ ഇൻഷാ അല്ലാ ഇയാളിന്റെ കാര്യം ശരിയാക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മളാരും ജീവിക്കേണ്ടത്. അപ്പൊ പങ്കാളികളെ നമ്മൾ കൽപ്പിക്കരുത്. യുഹബ്ബൂനഹും കഹബ്ബില്ലാ, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാളും ആളുകൾ എന്ത് ചെയ്യണ്? അവരെയാണ് സ്നേഹിക്കുന്നത്. അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, സൃഷ്ടികളെ, മനുഷ്യന്മാരെ. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകാം, അത് മറ്റാകരാകാം, മത നേതാക്കളാകാം, സംഘടനയുടെ നേതാക്കളാകാം, ആലിമീങ്ങളാകാം, ഉസ്താദുമാരാകാം. അവരൊന്നും ഇങ്ങനെ സ്നേഹിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് പകരമായിട്ട് അവരാരും വെക്കേണ്ട ആവശ്യം. അവരൊക്കെ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരാണ്. ഏതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ പറയേണ്ട ആവശ്യം നമുക്കുള്ളൂ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, എന്നാ സത്യവിശ്വാസികൾ ഉണ്ടല്ലോ, അശദ്ദു ഹുബ്ബൻ ലില്ലാ, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അശദ്ദു, അത്രയും ശക്തമായി അവർ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹുവിനെ. അവർക്കൊക്കെ മനസ്സിലാവും ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ അള്ളാഹുവിന്റെ ശക്തി. ആ ശക്തിയിൽ അള്ളാഹു വരെ കഠിനമായി ശിക്ഷിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. ഇവർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാതെ മറ്റ് ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ, ശക്തികളെ, സൃഷ്ടികളെ, ഖൽഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭൂമിയിലെ ഭൂരിപക്ഷം മെജോറിറ്റി ജനങ്ങൾക്കും മനസ്സിലാവും ശിക്ഷ വരുമ്പോ, അല്ലെ, അന്നല്ലാഹു ഷദീദുൽ അദാബ്, അള്ളാഹു ഷദീദായി കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യം മനസ്സിലാവും. ഇവിടെ വേറെ ഒരു പ്രധാനമായ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് അള്ളാഹ് പറയുന്നത് തബറ അല്ലദീന തുബിഉ, അതായത് നമ്മുടെ ഭൂമി ഇവിടെ കുറെ അല്ലേ, ഇവിടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, അതിന്റെ പിന്നിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട്, കുറെ സിനിമ മേഖലയിൽ, അല്ലെ ക്രിക്കറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഭൂമിയിൽ കുറെ കുറെ ആളുകളുണ്ട്. ഇപ്പം കുട്ടികളുടെ മൈൻഡിൽ വരുന്ന, അല്ലെ, അവരുടെ ഗെയിം, അല്ലെ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിന്റെ കുറെ ആളുകൾ, അതിന്റെ കുറെ ലീഡേഴ്സ്, അത് പ്രൊമോട്ട് ചെയ്യാൻ കുറെ ആളുകൾ, മ്യൂസിക്കിൽ താല്പര്യമുള്ളവർ അങ്ങനെ, സിനിമയിൽ താല്പര്യം അങ്ങനെ, അങ്ങനെ കുറെ കുറെ ആരാധകരും അതിന്റെ കുറെ ആളുകളും, അങ്ങനെ കുറെ ഫോളോവേഴ്സ്, അങ്ങനെയുള്ള ഒരു ലോകമാണ് ഇന്ന്. ഇതുമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവരൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇവരൊക്കെ നമ്മൾ ആരുടെയൊക്കെ ഒക്കെ ഫാനായിട്ടുണ്ടോ ഭൂമിയിൽ? നമ്മൾ ഒരാളുടെയും ഫാനല്ല. നമുക്ക് ആരുടെയെങ്കിലും ഫാനായിട്ട് മാറണമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ വ്യക്തി ജീവിതം എടുത്താൽ വളരെ നാറും.
ബാക്കിയുള്ളവരൊക്കെ ഓൾമോസ്റ്റ് ഈ കാണുന്ന പുറമെ ഈ കാണുന്ന പ്രകടനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികളുടെ ഒക്കെ ഫോളോവേഴ്സ് ആയിട്ട് അവരെ വല്ലാതെ ഉള്ളിൽ വലിയ ഫാനായിട്ട് കൊണ്ട് നടക്കുന്നവരൊക്കെ അവരുടെയൊക്കെ ശരിയായ ജീവിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ നരകത്തിൽ പോലും അവരുടെ സഹവാസം അല്ല സ്വർഗത്തിൽ പോലും അവരുടെ സഹവാസം വെറുക്കുന്നവർ. അപ്പൊ അത്രക്ക് മോശത്തരം ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് പലരും, മിക്ക ആളുകളും. അപ്പം അവരുടെ ഒന്നും ഫോളോവേഴ്സ് ആവാനോ അവരൊന്നും അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും നമ്മൾ സ്വീകരിക്കണം. നമുക്കൊരു ആദർശമുണ്ട്. നമുക്ക് ഇവരുടെയൊക്കെ മുകളിലുള്ള ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആകാശഗോളങ്ങളും ഈ നക്ഷത്രങ്ങളും ഈ കടലും ഈ കരയും ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ഫോളോവേഴ്സ് ആണ്. ആ അള്ളാഹുവിന്റെ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, സത്യവിശ്വാസിയായി അശദ്ദ ഹുബ്ബൻ ലില്ലാ, അള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന് ഈ കാണുന്ന ഡാഷ് ആളുകളെ ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സ്ഥല കുമ്പിടേണ്ടതും സുജൂദ് ചെയ്യേണ്ടതും അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. ഇത് തബറ അല്ലദീൻ, ഇനി ഈ ഫോളോവേഴ്സ് ഒക്കെ നാളെ കൈമടക്കും. ഇതാണ് അള്ളാഹ് പറയുന്നത്. നാളെ പരലോകത്ത് ഹിസാബിന്റെ വേള ആ സമയത്തുമ്പോ ഇവരൊക്കെ അവരൊക്കെ കൈമലർത്തും. അവരൊക്കെ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഫോളോ ചെയ്യാൻ എന്ന് അവർ ചോദിക്കും. വഖാലല്ലദീന ഇത്തബഉ ലൗ അന്ന ലനാ കററതൻ ഫതനബറഅ ഫനതബറഅ മിൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിൻഹാ. ഞങ്ങളെ ഈ ഈ ഈ ഫോളോ ദുനിയാവിലേക്ക് ഒരിക്കലൂടെ ഞങ്ങൾ മടക്കാണ്. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജിന മിനന്നാർ. അപ്പൊ ഈ നരകം കാണുകയും ഞങ്ങൾ ഇവരൊക്കെ പിൻപറ്റിയത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ഇവരൊക്കെ പിൻപറ്റിയോ ഞങ്ങൾ വലിയ നഷ്ടത്തിലായല്ലോ എന്ന് നരകം കണ്ടുകൊണ്ട് അവർ വിലപിക്കുമ്പോൾ അവർ ആലോചിച്ച് പോകും, ഒന്നുകൂടി ഭൂമിയിലേക്ക് ഞങ്ങളെ വിട്ടിരുന്നേച്ച ഇവരൊന്നും ഈ നേതാക്കളുടെ പിന്നാലെ ഞങ്ങൾ നടക്കൂല, ഇനി ഞങ്ങൾ നടക്കൂല എന്ന് അന്ന് അവർക്ക് തോന്നും എന്നാണ് പറയുന്നത്. ഇത് കമ്പയർ ചെയ്തുകൊണ്ട് പല കാര്യവും നമ്മുടെ സംഘടനാ നേതാക്കളും ഇപ്പൊ ഒരു സംഘടനയുടെ ആളാണ് ഞാൻ എന്നുള്ളത്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതിൽ മെജോറിറ്റി ഒരു 70% ആളുകൾക്ക് എന്തായാലും ഒരു സംഘടനയുമായിട്ട് ബന്ധമുള്ള കുടുംബങ്ങളിലായിരിക്കും. അപ്പോൾ ആ സംഘടന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാറ്റിനെയും നമ്മൾ സംഘടനയിലെ ഉള്ളിലുള്ള തെറ്റുകൾ ചോദ്യം ചെയ്യാൻ, അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പൊ ആ തെറ്റിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് എന്റെ സംഘടനയാണ് അതുകൊണ്ട് എന്തും ആകാം എന്നുള്ള ഒരു നിലപാടിലാകാൻ പാടില്ല. തെറ്റ് ആര് ചെയ്യുന്നതും തആവനു അലാ ബിർരി വത്തഖ്വ വതആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ ആവും. അപ്പം അന്ധമായി അവരെ വിശ്വസിക്കരുത്. ഒരു വയലിൽ ഒരു ഖുത്ബയിൽ ഒരു കാര്യം കേട്ടു എന്ന് വിചാരിച്ച് നമ്മൾ വയലൊക്കെ ധാരാളം കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ ഇസ്ലാമിന്റെ വയലുകളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് കണ്ണും പൂട്ടി അതങ്ങ് വിശ്വസിക്കല്ല. അത് പ്രാമാണികമാണോ, അതിന് വസ്തുതയുണ്ടോ, ആ പറഞ്ഞത് സത്യമാണോ എന്ന് പ്രാമാണികമായി പഠിക്കുകയും എന്നിട്ട് വേണം അത് ഫോളോ ചെയ്യാൻ. അല്ലാതെ ഫോളോ ചെയ്തതിന്റെ അനന്തരഫലം ആഫ്റ്റർ ഇഫക്റ്റ് ആണ് നാളെ പരലോകത്ത് ഹിസാബിന്റെ വേളയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അല്ലേ മാൻകൈൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെ എല്ലാവരെയും വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, കൂലു നിങ്ങൾ തിന്നോളിട്ടോ, നിങ്ങൾ ഫുഡ് കഴിച്ചോളൂ അല്ലെ ഫില്ലറില് ഭൂമിയിൽ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോളൂ അല്ലേ. ആ ഒരു കാര്യം പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ പക്ഷെ ഹലാലായിരിക്കണം. ഭക്ഷണം ഹലാലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ശരീരത്തില് ബ്ലഡ് ഉണ്ടല്ലോ, ഈ ബ്ലഡ് എത്ര കാലം നമ്മളൊരു ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിൽ എത്ര കാലം ബ്ലഡ് ആയിട്ടുണ്ടോ അത്ര കാലം ഒരു ഇബാദത്തും അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഹലാലായിരിക്കണം. നമ്മളെ കാര്യങ്ങൾ ഹലാലായിരിക്കണം. ഹറാമായ മാർഗത്തിൽ നമ്മൾ സമ്പാദിച്ചിട്ട് അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓ മൽബസു ഹറാം ഓ മഷ്റബുഹു ഹറാം. അപ്പം ഹറാമായ പലിശയിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് എടുക്കുക അല്ലെ, പലിശന്റെ ലാഭം. ചിലരൊക്കെ ബാങ്കിലൊക്കെ ഒരുപാട് അക്കൗണ്ടും സമ്പത്തുകളും, അപ്പൊ പലിശയുടെ പണം എന്ത് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം പലിശയിൽ കിട്ടുന്ന പൈസ അല്ലെ, അങ്ങനെ അധിക ലാഭം, റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്നവര് എടുക്കുന്ന അധിക ലാഭങ്ങൾ, ഇതൊക്കെ അള്ളാഹു ചോദിക്കും. ഒക്കെ എല്ലാ കാര്യവും ചോദിക്കും. അപ്പം ഹലാലായിരിക്കണം. ഹലാലായ രീതിയിൽ മാത്രമുള്ള സമ്പത്ത് ഓരോന്നെടുത്ത് തിന്നുമ്പോൾ, അതാണ് ബൈത്തുൽ മാലിലുള്ള ഈത്തപ്പഴത്തിന്റെ ഒരു കാരക്കയുടെ ചീന്തെടുത്തിട്ട് മോനെ തിന്നപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ തുപ്പുന്നാണ് വായിൽ കയറ്റി ഛർദ്ദിക്കാൻ പറയുന്നുണ്ട്. അത് ഹറാമാണ് അല്ലെ, ഹലാലല്ല. അതെന്ന് വെച്ചാൽ അത് തൊയ്യിബാണ് പക്ഷെ ഹലാലല്ല. ഈ ഹലാലും തൊയ്യിബും ആകാരണ നമ്മള് ഹോട്ടലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഹലാൽ. അപ്പൊ ഇത് ഈ ഹലാൽ എന്ന് പറഞ്ഞത് എന്താണ്? നല്ലത് എന്നാണ്. ഹലാലിന് രണ്ട് വേർഷൻ ഉണ്ട്. ഒന്ന് ഇസ്ലാമിക് കോൺസെപ്റ്റിലെ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പിഗിന്റെ പന്നിയിറച്ചി ഹറാമാണ്.
അത് ഹലാലല്ല. അതൊരു വേർഷൻ. പിന്നെ ഇപ്പം നല്ല ഭക്ഷണം കഴിക്കുക, ക്വാളിറ്റി ഉള്ള ശരീരത്തിന് പോസിറ്റീവായ നല്ല കാര്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് തൊയ്യിബിനോട് ഉദ്ദേശിക്കുന്നത്. ഹലാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ചത്, ഹലാലും തൊയ്യിബുമായ ഭക്ഷണം അല്ലെ എന്ന് പറയാം. തത്തബിഉ ഖുതുവാത്തി ഷയാത്തിൻ, ചെകുത്താന്റെ ഖുതുവാത്തുകളെ. അപ്പൊ ഈ ചെകുത്താന്റെ ഖുതുവാത്ത് എന്ന് പറഞ്ഞാലേ എന്തൊക്കെ പെടും അറിയോ? അത് എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ ശരിക്ക് ശ്രദ്ധിക്കണം. പഴയ ജനറേഷനിലെ ആളുകൾ ഇപ്പൊ ഈ ഗെയിമിന്റെ ലോഗോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഇപ്പോ ഡെസ്കോഡോ, ഇപ്പൊ പുതിയ പുതിയ ആപ്പുകൾ, പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഉപയോഗിക്കുന്നവരല്ല. ഒരുപക്ഷെ ഓൺലൈൻ കാര്യങ്ങളിലൊക്കെ ഇന്റർനെറ്റുമായിട്ട് ഇപ്പം ആക്സസ് ആയല്ലോ, എല്ലാവർക്കും ഇപ്പം ഇന്റർനെറ്റ് ഇല്ലാത്ത വീടുകളില്ലല്ലോ. മൊബൈലും ആ ഒരു ലോകത്താണല്ലോ ഉള്ളത്. അപ്പോ ഈ ഷെയ്ത്താന്റെ ഹുത്തുവാത്തുകൾ എന്ന് പറഞ്ഞ അതിൽ കുറേ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ പെട്ടു. ചെകുത്താന്റെ മാർഗം, ചെകുത്താന്റെ മാർഗമാണ്. ആ ഒരു വഴിയിലായി പോകരുത് നമ്മള്. ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, പിന്നെ അതുപോലെ ഓരോ കാര്യം ചെകുത്താന് കുഴലൂത്തുകാരായി നമ്മൾ മാറാൻ പാടില്ല. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകളും, കാഴ്ച വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കാഴ്ചയുടെ ലോകത്ത് നമ്മളുള്ളത്. ഒക്കെ സൈറ്റ് എല്ലാം. അപ്പോ കാഴ്ചയുടെ ലോകത്തേക്ക് നമ്മൾ എത്തരുത്. ഖുതുവാത്ത്. പിന്നെ ഇന്നഹുലക്കും അദുവ്വും മുബീൻ, നമുക്ക് വ്യക്തമായ വ്യക്തമായ ശത്രുവാണ്, നമ്മുടെ എനിമിയാണ്. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ശത്രുവാണ്, എനിമിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഖുർആൻ ക്ലാസ്സിലേക്ക് വരുമ്പോ നിങ്ങളുടെ മൈൻഡ് എന്താ പറയാ? ഖുർആൻ ക്ലാസ്സിലേക്ക് വരുമ്പോ നിങ്ങളുടെ മൈൻഡ് എന്താ പറയണത്? ഖുർആൻ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇങ്ങോട്ട് വരാൻ വേണ്ടി തിങ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഖുർആൻ ക്ലാസ് കേൾക്കാം, അതൊന്ന് കേൾക്കാം, കേൾക്കണല്ലോ. അപ്പൊ വേറൊരു എഴുത്തർ അല്ല, ആ ഹോംവർക്ക് ചെയ്തിട്ടില്ലല്ലോ, ആ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. നല്ല കാര്യം തന്നെ ഓർമ്മിപ്പിക്കുക ഇബ്ലീസ്. എന്നിട്ട് നമ്മളെ ഇതിന്നൊന്ന് ഡീവിയേറ്റ് ചെയ്യിക്കുക, നമ്മൾ ഇതിന്നൊന്ന് മാറ്റുക, ഇതൊന്ന് മാറ്റി വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് എൻകറേജ് ചെയ്യിക്കുക. അതാണ് ഇബ്ലീസ് ചെയ്യുന്ന അവന്റെ പ്ലാൻ. അപ്പം ഈ ഒരു പ്ലാനിൽ നമ്മൾ ഇബ്ലീസിന്റെ ഈ ഒരു കെണിയിൽ നമ്മൾ വീണു പോകരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅന്ന തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അപ്പോ ഈ ഇത്തരത്തിലുള്ള പൈശാചികമായ തെറ്റുകളിലും വൃത്തികേടിലും നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടുപോകരുത് എന്നും പിശാചിന്റെ ആളുകളായി മാറരുത് എന്നും ആകാശലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നതും ഈ ഭൂമി പരത്തിയതും ഈ ചെടികൾ ഉണ്ടാവുന്നതും ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അള്ളാനെ തിരിച്ചറിയണം. അതിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. നിങ്ങൾ വേറെ കുറെ ആളുകളുടെ ഫോളോവേഴ്സ് ആയിട്ട് നടക്കണ്ട. എല്ലാ കാര്യത്തിലും അവരെ ഫോളോ ചെയ്യണ്ട. നന്മ ഏത് സംഘടനയിലും നല്ലതുണ്ട്, എടുക്കാലോ അല്ലെ? അങ്ങനെയല്ലേ? ഒരു സംഘടന എന്റെ സംഘടനയല്ല, ആ സംഘടനയാണ് അത് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആര് ചെയ്യുന്നതായാലും നന്മയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാലാവട്ടെ അതുപോലെ സംഘടന നോക്കാതെ, മുഖം നോക്കാതെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പാടില്ല. അതന്നെ ഇവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ വ്യക്തികളെ ഇവിടെ എങ്ങനെ പറഞ്ഞത്, ഫോളോവേഴ്സ് ആയിട്ട് മാറുകയാണ്. രാഷ്ട്രീയ നേതാക്കളോ മത നേതാക്കളോ അവരുടെ പിന്നാലെ നടന്ന് അവർ പറയുന്നതൊക്കെ വിഴുങ്ങിയിട്ട് അല്ലെ, തൊടാതെ വിഴുങ്ങാന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരെന്താണോ പറയുന്നത് അത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു അന്ധമായ ഒരു സംഘടനാ പക്ഷപാതിത്വമൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. പക്ഷെ അവിടെ പരലോകത്തെത്തുമ്പോ ഇവരൊക്കെ പറയും, അവരൊക്കെ കൈ ഒഴിയുന്നാണ്, ഞങ്ങളെ പിൻപറ്റണം നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കും. ഇബിലീസ് വരെ കൈ ഒഴിയുന്ന, ഇബിലീസിന്റെ ഒരു പ്രസംഗം ഉണ്ട് അത്രയും നാളെ മെഷറയില്. ഇബിലീസ് ഒരു സ്പീച്ച് ചെയ്യും അത്ര. സ്പീച്ച് പറയും, ഞാൻ റെസ്പോൺസിബിൾ അല്ല, ഞാൻ കുറെ കാര്യങ്ങൾ കാണിച്ചു തന്നു, അള്ളാഹു വരെ കാണിച്ചു, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു, നിങ്ങൾക്ക് പോയി അന്ന് പറഞ്ഞ് അവർ കൈ ഒഴിയും. അപ്പം ഭൂമിയിൽ അവിടുന്ന് ആളുകൾ ചിന്തിക്കും, അതാ പറഞ്ഞത്, ഭൂമിയിലേക്ക് ഇനി ഒരു മടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവരൊന്നും പറഞ്ഞു കേൾക്കൂലായിരുന്നു, അള്ളാഹു ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചോളാം. പക്ഷെ റീടേക്കുകളില്ല, ജീവിതത്തിന് റീടേക്കുകളില്ല, ഒരൊറ്റ ജീവിതം നമുക്കുള്ളൂ. അതിന് ഈ കാണുന്ന എല്ലാ സത്യങ്ങളും മതി, അള്ളാഹുവിനെ മനസ്സിലാക്കാനും പരലോകത്തെ പറ്റിയുള്ള ബോധം ഉണ്ടാവാനും ഒക്കെ ഇതന്നെ മതി. അതുകൊണ്ട് നിങ്ങൾ ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെകുത്താന്റെ ആളുകളാവാതെ, തെറ്റുകളിലേക്ക് പോകാതെ, യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹിനെ അശദ്ദു ഹബ്ബൻ ലില്ലയായി, അള്ളാഹിനെ ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്ന, അള്ളാഹിനോട് സ്നേഹിക്കുക. ഈ സ്നേഹം എന്ന് പറഞ്ഞത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണേ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹം എന്നത് എന്താണ് സ്നേഹം എന്ന ടോപ്പിക് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ടാണ് ഈ അശദ്ദു ഹുബ്ബൻ ലില്ല എന്നുള്ള ടോപ്പിക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സർവശക്തനായ നാഥ അർഹമർ റഹീമായ തമ്പുരാനെ, നിന്നെ മറ്റെന്തിനേക്കാളും നമുക്ക് ഒരുപാട് ഈ സംസാരം കേൾക്കുന്നവരിൽ ഉമ്മമാരുണ്ടാവും, ഉപ്പമാരുണ്ടാവും, മക്കളുണ്ടാവും, പലർക്കും പല സ്റ്റേജിലുള്ളവരുണ്ടാവും.
നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ആരോടാണ് ഭൂമിയില്? കുട്ടികളാണേല് ചിലര് പറയും ഉമ്മാനോടാണ്, ചിലര് ഉപ്പാനോടാണ്, ചിലര് ഉമ്മാനോടും ഉപ്പാനോടാണ്, ചിലർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് ഒരു പ്രത്യേകമായ ഫ്രണ്ടിനോട് ഭയങ്കര ഇഷ്ടായിരിക്കും. അവര് പറഞ്ഞാ എന്തും ചെയ്യും. ചിലര് അങ്ങനെയാണ്. അള്ളാഹുവേ ഇതൊക്കെ ഞങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും, ഞങ്ങളുടെ രക്തബന്ധം, കുടുംബ ബന്ധം, ആദർശ ബന്ധം, ഈ എല്ലാ ബന്ധങ്ങളെക്കാളും അള്ളാഹുവേ നിന്നെ സ്നേഹിക്കുന്ന, നിന്നേക്കാൾ നിന്റെ നിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ആര് പറഞ്ഞാലും അനുസരിക്കാതെ അള്ളാഹു നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ആബിദായിട്ട് മാറുന്ന യഥാർത്ഥ ആബിദീങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹു ഈ പറഞ്ഞതുപോലെ കടലും കരയും ആകാശങ്ങളും നക്ഷത്രങ്ങളും ഈ മഹാപ്രപഞ്ചം ഇപ്പോ ഇത് എല്ലാം കാണുന്ന കാഴ്ചയുടെ ഈ ലോകത്ത് ഈ ഡ്രോൺ 4K വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോവാണ്. അള്ളാഹു എങ്ങനെയാണ് ഈ വിശാലമായ ഇതൊന്ന് കാണണം. എന്റെ പ്രിയമുള്ള കുട്ടികളോട് നിങ്ങൾ വെറുതെ അതും ഇതും കാണുന്നതിന് പകരം ഈ ഭൂമിയുടെ സീറോ ഫിൽ അർള് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാന് അല്ലെ? സീറോ ഫിൽ അർള്, ഈ ഭൂമിയിലുള്ള കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ ജീവിച്ചത് എങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിക്കാനും കാണാനും പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ടൂറ്, ഇന്നത്തെ ഈ മോഡേൺ ടൂർ അല്ല പറഞ്ഞു കേട്ടോ, ജോളി ആക്കാനുള്ള എൻജോയ് ചെയ്യാനുള്ള ടൂർ അല്ല പറഞ്ഞത്. കാഴ്ചകൾ കണ്ടിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള യാത്രകൾ നടത്താൻ പറഞ്ഞാണ് ഖുറാൻ. അപ്പൊ അങ്ങനെയുള്ള യാത്ര ഇപ്പോ പോസിബിൾ അല്ല, കോവിഡ് ആണ്. എന്നാലും ആട്ടെ, നിങ്ങളൊക്കെ രാജ്യം വിട്ടു പോയവരാണ് പലരും. ഇതിൽ ഭൂരിപക്ഷ ആളുകളും പുറത്തു പോയവരാണ്. പുറം നാടുകൾ, പ്രത്യേകിച്ച് പുണ്യ പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. സൗദിയിൽ അടക്കമുള്ള ഒരു ഇതിലുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ സൗദിയിലൊക്കെ നിന്നിട്ട് ജിദ്ദയിൽ നിന്നിട്ട് മക്കത്തും മദീനത്തും പോകാത്ത എത്രയോ ആളുകളുണ്ടെന്ന്. 5 കൊല്ലം ജിദ്ദയിൽ നിന്നിട്ട് ഒരാള് അനുഭവം പറയുന്നു. 5 കൊല്ലം ജിദ്ദയിൽ നിന്നിട്ട് മക്കയിലും മദീനയിലും പോകാതെ. കാരണം ഖൽബിൽ ഈമാനില്ല. ഈമാൻ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. സാഹചര്യം കിട്ടിയിട്ടൊന്നുമല്ല. അതിനൊന്നും സാഹചര്യത്തിന്റെ ന്യായീകരണം പറയണ്ട. ആഹ് ഈ ഈ പുണ്യഭൂമികളിലൊക്കെ ഒന്ന് പോയിട്ട്, അതൊക്കെ പോയിട്ട് അവിടെ കണ്ട് കഅബ കണ്ട് കാഴ്ച കണ്ടു പോരാനല്ല, അത് മനസ്സിലാക്കാൻ ഇതായിരുന്നു ഭൂമി, ഇതായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പാദസ്പർശമേറ്റ സ്ഥലം, ഇതാണ് സംസം. ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ആയാത്തുകളെ മനസ്സിലാക്കാനും പറ്റുന്ന യാത്രകൾ നടത്തണം. വീഡിയോസ് അതുപോലെ തന്നെ ഡ്രോൺ വീഡിയോസ് ഉണ്ട്. ഡ്രോണിൽ എടുത്ത വീഡിയോസ്, കാരണം ഈ ഭൂമിയുടെ സെറ്റപ്പ്, ഭൂമി അല്ലെ, ഭൂമിയെ പറ്റി ഒന്ന് നിങ്ങൾ ആലോചിച്ച്, കുറെ മഞ്ഞ് മൂടിയ കുറെ സ്ഥലങ്ങള്, അതൊന്നുമില്ലാത്ത മരുഭൂമികള്, കുറെ മലപ്രദേശങ്ങള്, കുറെ പാറക്കെട്ടുകള്. ഈ ഭൂമി എത്രമാത്രം വലുതാണ്, നമ്മൾ എത്രമാത്രം ചെറുതാണ്. ഈ ഡ്രോൺ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ഈ ആകാശത്ത് നിന്ന് താഴോട്ടുള്ള സൈറ്റുകൾ കാണുമ്പോൾ നമ്മൾ എന്തുമാത്രം നിസ്സഹായരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ആ മേലെ നിന്നുള്ള വിഷ്വൽ ഉണ്ടല്ലോ, താഴോട്ട് എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ വലിയ തെങ്ങൊക്കെ ചെറുതാണ്, വളരെ ചെറുത്. ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഒരു ഫീൽ ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ചെറുതാണ്, എന്തുമാത്രം നിസ്സഹായരാണ് നമ്മൾ. അള്ളാഹു എത്ര ശക്തിമാനാണ്. നമ്മൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നമ്മൾ ആരോടാണ്, എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഈ പ്രപഞ്ചം എത്ര വിശാലമാണ്. അതാണ് പറഞ്ഞല്ലേ, അലക്കും താഖിലൂൻ ലിആയാതി ലിഖൗമിൻ യഖിലൂൻ. ഖൗമ്, ചിന്തിക്കുന്ന ഖൗമിന് ഇതിൽ നിന്ന് കുറെ പാഠങ്ങളുണ്ട്. ഈ കടലും ആകാശവും നക്ഷത്രങ്ങളും ഭൂമിയും ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് തിങ്ക് ചെയ്യണം. വെള്ളത്തിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേരുമ്പോൾ വെള്ളം ഉണ്ടാവും. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ്, കത്താൻ സഹായിക്കുന്ന കോമ്പണന്റ്. അതിലേക്ക് ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടുമ്പോൾ കത്തുന്ന തീനെ കെടുത്തുന്ന വെള്ളം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ കഴിയും നമുക്ക്? മോഡേൺ സയൻസ് എത്ര വികസിച്ചു. ഒരു ഡ്രോപ്പ് വെള്ളം നമുക്ക് ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കാൻ നമുക്കൊന്നും ഉണ്ടാക്കില്ല. ഒരു ഈച്ചയെ പോലും, ഒരു കൊതുകിനെ പോലും നമുക്ക് കഴിയില്ല. ഇതാണ് റിയാലിറ്റി. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഹലാലായ റഹ്മത്തും ബർക്കത്തുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ അള്ളാഹ്. അള്ളാഹുവെ, പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ, ഒരുപാട് മാനസികമായ പ്രയാസങ്ങളുള്ളവര്, ശാരീരികമായ പ്രയാസങ്ങളുള്ളവര്, സാമ്പത്തികമായ പ്രയാസമുള്ളവര്, ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് നിരന്തരം 5 നേരം നിസ്കരിച്ചും ദുആ ചെയ്തു. പ്രയാസങ്ങൾ കൂടപ്പിറപ്പാണ് കേട്ടോ, അതൊന്നും തീരൂല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അത് ഇന്ന് ഒരു പ്രയാസമാണെങ്കിൽ, ഒരു പ്രശ്നമാണെങ്കിൽ നാളെ മറ്റൊരു പ്രശ്നമായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോ അള്ളാഹു അതൊക്കെ ഈമാനോടെ നേരിടാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാ. അതൊക്കെ വഹിക്കാനാവാത്ത ഭാരങ്ങൾ ഞങ്ങളുടെ മേലെ വഹിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا أجرنا من النار اللهم ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا
أنت مولانا فانصرنا على القوم الكافرين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك.